സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ഗതിവിഗതികളിൽ നിർണായകമായ ഒരു അധ്യായത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെക്കാലം സിറിയയിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളുടെ കുന്തമുനയായിരുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് തങ്ങളുടെ സൈനികാധികാരങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സിറിയൻ ദേശീയ സേനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി ഉണ്ടായ ഈ പുതിയ വെടിനിർത്തൽ കരാർ കേവലം ഒരു സൈനിക ഉടമ്പടി മാത്രമല്ല, മറിച്ച് സിറിയയിലെ കുർദ് വിഭാഗത്തിന്റെ സ്വയംഭരണ സ്വപ്നങ്ങൾക്കേറ്റ വൻ തിരിച്ചടി കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു മാറ്റത്തിന്റെ കാഹളം മുഴക്കുന്നതാണ് ഈ നീക്കം. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 2015 SDF രൂപീകരിക്കപ്പെടുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഈ കൂട്ടായ്മയിൽ കുർദ് വംശജർക്ക് പുറമെ അറബികൾ, തുർക്ക്മെൻ വംശജർ, സിറിയക് മിലിറ്ററി കൗൺസിലിലെ ക്രൈസ്തവർ എന്നിവരെല്ലാം ഉൾപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഈ സഖ്യത്തിന്റെ ആത്മാവും കരുത്തും കുർദ് സായുധ വിഭാഗമായ പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അഥവാ YPG ആയിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ കരുത്തുറ്റ സൈനിക ശക്തിയായി SDF മാറുകയായിരുന്നു. 2019 ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൈവശമുണ്ടായിരുന്ന അവസാന ഭൂപ്രദേശവും പിടിച്ചടക്കിയതോടെ ലോകശ്രദ്ധ ഇവരിലേക്ക് നീണ്ടു. സിറിയയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ ഏകദേശം 4/1 ഭാഗവും ഇവർ ഭരിച്ചിരുന്നു. ഈ പ്രദേശത്തെ അവർ റോജാവ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കുർദിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സിറിയയിലെ മൊത്തം ജനസംഖ്യയുടെ 10% വരുന്ന കുർദ് വംശജരുടെ ഏകീകൃത രൂപമായിരുന്നു ഈ സംഘടന. ബഷാർ അൽ അസദിന്റെ പതനത്തിന് ശേഷം സിറിയയിൽ പുതിയ ഭരണകൂടം അധികാരമേറ്റെടുത്തതോടെ SDFന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ സിറിയയെ ഒരു ഏകീകൃത രാജ്യമായി നിലനിർത്താൻ ആഗ്രഹിച്ചപ്പോൾ SDFന്റെ സ്വയംഭരണാധികാരമുള്ള പ്രദേശം ഒരു തടസ്സമായി തോന്നി. തുർക്കിയുമായുള്ള സിറിയയുടെ ബന്ധവും ഇവിടെ നിർണായകമായി. YPGയെ തങ്ങളുടെ രാജ്യത്തെ കുർദ് വിഘടനവാദി ഗ്രൂപ്പായ PKKയുടെ ശാഖയായി കാണുന്ന തുർക്കിക്ക് SDFനോട് കടുത്ത വിരോധമായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടായ സൈനിക നീക്കങ്ങളിൽ SDFന് വലിയ ഭൂപ്രദേശങ്ങൾ നഷ്ടമായി. അലപ്പോയ്ക്ക് സമീപമുള്ള നഗരങ്ങളിൽ നിന്നും കിഴക്കൻ സിറിയയിലെ എണ്ണ സമ്പന്നമായ ഡീൽ എൻ സൗറിൽ നിന്നും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഒടുവിൽ വൻതോതിലുള്ള കുർദ് ജനസംഖ്യയുള്ള ഹസാക്കെ പ്രവിശ്യയിലേക്ക് മാത്രം ഇവർ ഒതുക്കപ്പെട്ടു. ഈ സൈനിക പരാജയങ്ങളാണ് ഒടുവിൽ ദമാസ്കസിലെ പുതിയ ഭരണകൂടവുമായി സന്ധി ചേരാൻ അവരെ നിർബന്ധിതരാക്കിയത്. ഞായറാഴ്ച രാത്രി പ്രഖ്യാപിക്കപ്പെട്ട പുതിയ ഉടമ്പടി പ്രകാരം SDF ഒരു സ്വതന്ത്ര സൈനിക ഘടകമായി നിലനിൽക്കില്ല. പകരം അതിലെ ഓരോ പോരാളിയും വ്യക്തിഗതമായി സിറിയൻ ദേശീയ സേനയുടെയോ പോലീസിന്റെയോ ഭാഗമായി മാറും. SDF മേധാവി മസ്ലൂം അബ്ദി മുൻപ് മുന്നോട്ട് വച്ചിരുന്ന നിർദ്ദേശം തങ്ങളുടെ സേനയെ ഒരു പ്രത്യേക റെജിമെന്റായി സൈന്യത്തിൽ ലയിപ്പിക്കണം എന്നതായിരുന്നു. എന്നാൽ പുതിയ കരാർ ആ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. പകരം സൈനികരെ മുഴുവൻ വികേന്ദ്രീകരിച്ച് സിറിയൻ സേനയുടെ ഭാഗമാക്കും. SDFലെ പ്രമുഖ കമാൻഡർമാർക്ക് സൈന്യത്തിലും ഭരണകൂടത്തിലും ഉയർന്ന സ്ഥാനങ്ങൾ നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഹസാക്കയിലെ ISIS തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളുടെ നിയന്ത്രണവും ഇനി മുതൽ സിറിയൻ സർക്കാർ നേരിട്ട് ഏറ്റെടുക്കും. ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന 9000-ഓളം ISIS ഭീകരർ ഈ ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇവരുടെ സുരക്ഷയും നിയമപരമായ കാര്യങ്ങളും ഇനി മുതൽ ദമാസ്കസിലെ പുതിയ ഭരണകൂടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമായിരിക്കും. സൈനികമായ തിരിച്ചടി നൽകുന്നതോടൊപ്പം തന്നെ കുർദ് ജനതയെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളും പ്രസിഡന്റ് അൽ ഷാറ നടത്തിയിട്ടുണ്ട്. അറബി ഭാഷയ്ക്കൊപ്പം കുർദ് ഭാഷയെയും രാജ്യത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിട്ടു. കൂടാതെ കുർദുകളുടെ പുതുവർഷമായ നൗറൂസ് ഒരു ദേശീയ അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കുർദ് ജനതയുടെ സാംസ്കാരിക സ്വത്വത്തെ അംഗീകരിക്കുന്നതിലൂടെ അവരെ സിറിയയുടെ ഭാഗമാക്കി നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ദശാബ്ദങ്ങളായി കുർദുകൾ സ്വപ്നം കണ്ടിരുന്ന റോജാവ എന്ന സ്വയംഭരണ പ്രദേശം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും ആ രാജ്യത്തെ പിന്തുടരുന്നുണ്ട്. അസദിന്റെ പതനത്തിന് ശേഷം അലവൈറ്റ് വിഭാഗവുമായി ഉണ്ടായ സംഘർഷങ്ങളെ അടിച്ചമർത്തിയ ഷാറയ്ക്ക് ഇനി മുന്നിലുള്ള വലിയ വെല്ലുവിളി തങ്ങളുടെ ഈ പുതിയ സൈനിക ലയനം എത്രത്തോളം വിജയകരമാകും എന്നതാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ ഭാഗമായി ഇപ്പോൾ സിറിയയും മാറിക്കഴിഞ്ഞു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ മറ്റൊരു വഴിത്തിരിവാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാൻ ഷാറയുടെ പുതിയ സർക്കാരിന് സാധിക്കും. ചുരുക്കത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ പതനം ഒരു പോരാട്ട ചരിത്രത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. യുദ്ധഭൂമിയിൽ ISISനെ വിറപ്പിച്ച ആ കരുത്തുറ്റ പോരാളികൾ ഇനി സിറിയൻ യൂണിഫോമിൽ ആ രാജ്യത്തെ ഔദ്യോഗികമായി സേവിക്കും. എന്നാൽ വംശീയവും മതപരവുമായ വൈവിധ്യങ്ങൾക്കുള്ള ഒരു രാജ്യത്ത് ഇത്രയധികം പോരാളികളെ സൈന്യത്തിന്റെ ഭാഗമാക്കുമ്പോൾ അത് ഭാവിയിൽ ആഭ്യന്തരമായ അസ്വസ്ഥതകൾക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വപ്നങ്ങളും അധികാര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളികളും തമ്മിലുള്ള ഈ പോരാട്ടം സിറിയയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു.
ഒരു ഏകീകൃത സിറിയ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ കുർദ് ജനതയുടെ സാംസ്കാരിക സ്വത്വവും അവകാശങ്ങളും എത്രത്തോളം സംരക്ഷിക്കപ്പെടും എന്നത് വരും വർഷങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന കാര്യമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.